ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ റോക്കീസ് വേൾഡ്. ടുഡേ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ്, ഒരു കുട്ടി വ്ലോഗാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വണ്ടിയൊക്കെ ഒരു ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവച്ച് നമ്മൾ തൃശ്ശൂരിലേക്ക് ബസ് കയറി പോകാൻ. അപ്പോൾ നമ്മളുടെ സ്ഥിരം അമ്മയുടെ അമ്മ എവിടെ കണ്ടാലും എവിടെ നിന്നുള്ള പട്ടിക്കുട്ടികളും വരും. എന്താണെന്നറിയില്ല, പെറ്റ് ലവറാണ്. അവർക്ക് അറിയുന്നുണ്ടാവും, മേ ബി അവർക്ക് പിന്നെ ആനിമൽസിനെ എല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണല്ലോ നമ്മൾ പറയാറ്. എന്ന പോലെ അമ്മയെ കണ്ടതും ആ നായ്ക്കുട്ടി വന്നു. പിന്നെ അമ്മ അതിന് സമൂസ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും ബസ് വന്നു. അതാണ് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റാതിരുന്നത്. അമ്മ എല്ലാത്തിനും ഫുഡ് കൊടുക്കുന്ന ആ ഒരു ഇതാണല്ലോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഷോപ്പിംഗ് വ്ലോഗാണ്. നമ്മൾ കല്യാണിലേക്ക് അടി സെയിലാണ്. പിന്നെ എനിക്കൊരു ജീൻസ് വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ കല്യാണിലേക്ക് പോവുകയാണ്. അപ്പോൾ തൃശ്ശൂരിലേക്ക് പോവാണ്. നമ്മൾ തൃശ്ശൂരെത്തി. പിന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ഫുഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ കയറി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് ദെൻ നമ്മൾ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യാറ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റാണ്. ബിക്കോസ് കുറച്ചുകൂടി ട്രെൻഡിനനുസരിച്ച് പോകുന്ന അതാണ്. അപ്പോൾ നമുക്ക് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ പോകാം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. ഇപ്പോൾ വാങ്ങിച്ചാൽ ഇരട്ടി വാങ്ങിക്കാം. അതുകൊണ്ട് ഞാൻ അമ്മനെ ഇവിടെ നിർത്തിയിട്ട് പോയി വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോ ഡ്രസ്സസ് നോക്കി. കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ ആടി സെയിൽ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ആടി സെയിലിൻ്റെ ആ ഒരു എഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. 20% ഓഫ്, 10 to 50% ഓഫായിരുന്നു. അപ്പോൾ അതിൽ 20% ഓഫ് തന്നെയാണോ ഒട്ടുമിക്ക സാധനങ്ങൾക്കും. 20% എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാത്തിനും 20% ഓഫ് ഉണ്ട്. ഓഫ് ഇല്ലാത്തതുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ജീൻസ് നോക്കി. ജീൻസ് എനിക്ക് പറ്റിയില്ല. അങ്ങനെ നമ്മൾ വേറെ ജീൻസ് ആയിരുന്നു ആക്ച്വലി അർജൻറ്റായിട്ട് എനിക്ക് വേണ്ടിയിരുന്നൊരു സാധനം. പക്ഷേ ജീൻസ് എനിക്ക് അവിടുന്ന് കിട്ടിയില്ല. പിന്നെ നമ്മൾ അമ്മയ്ക്ക് ചുരിദാർ മെറ്റീരിയൽ എടുത്തു. പിന്നെ നമ്മൾ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ ആക്ച്വലി എനിക്ക് കല്യാൺ സിൽക്സിനെക്കാട്ടിലും ഹൈപ്പർ മാർക്കറ്റാണ് കുറച്ചുകൂടി കംഫർട്ടബിളും ഇഷ്ടവും തോന്നിയേക്കണേ. കുറച്ച് ലിമിറ്റഡ് ആണെങ്കിലും കളക്ഷൻസ് ആ ഉള്ള സംഭവങ്ങൾ നല്ല ഫാഷൻ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ കുറച്ച് ക്രോപ്പ് ടോപ്സും ക്രോപ്പ് ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ ഒരു റെഡും ബ്ലാക്കും ഞാൻ എടുത്തു. ഈ റെഡല്ല കേട്ടോ എടുത്തത്, ഞാൻ വേറെ എടുത്തത്. പിന്നെ നമ്മൾ ഫുഡ് വെയർ നോക്കി. ഫുഡ് വെയർ ഞാൻ ഷൂസാണ് നോക്കിയത്. ഡെയിലി വെയറാണ്. ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ബ്രാൻഡിന് 40% ഓഫ് ഉണ്ട് അവിടെ ഈ ഫുഡ് വെയേഴ്സിനൊക്കെ. ഇതിനൊന്നുമില്ല. അപ്പോൾ നമ്മൾ നോക്കി. പക്ഷേ എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. നമ്മളെവിടെയും ഫംഗ്ഷനൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാൻ റഫായിട്ടിടാനായിട്ട് ക്രോക്സ് ടൈപ്പ് വേറെ എടുത്തത് അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ അതിൽ 40% ഓഫ് ഉണ്ട് കേട്ടോ. ഫുഡ് വെയർ എടുക്കുന്നവർക്ക് ഭയങ്കര ലാഭമാണ്. ഇതൊക്കെ ഭയങ്കര വിലക്കുറവാണ്. പിന്നെ സ്റ്റുഡിയോയിൽ പോകുന്നവരാണെങ്കിൽ അവിടെയും ഭയങ്കര വിലക്കുറവാണ് ഫുഡ് വെയർസിനെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഇതൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ് ഇടാൻ. നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ കാല് ഒന്നായി എടുത്ത് അറിയുന്നുണ്ടെങ്കിലും ഭയങ്കര കംഫർട്ടബിളാണ് ഇടാൻ. അങ്ങനെ പിന്നെ ഇതേ ഈ വൈറ്റ് നമ്മളെടുത്തു. പിന്നെ ഈ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇതിൻ്റെ റേറ്റ് 2K സംതിങ് ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഈ ബാഗ് നോക്കി. പിന്നെ ഞാൻ ഈ ഒരു ടോപ്പ് എടുത്തു. ഇത് കൊള്ളാം. കഫ്താൻ എടുക്കണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു, എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മ, ഞങ്ങൾ ആക്ച്വലി ബില്ല് പേ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അമ്മ ഇത് കാണുന്നത്. അങ്ങനെ വീണ്ടും പോയി ട്രയൽ ചെയ്ത് അങ്ങനെ എടുത്തൊരു ടോപ്പാണ് അത് കേട്ടോ. ഇഷ്ടമായത് എനിക്ക്. ബ്ലാക്കും ഈ ഒരു ഗ്രേയും നല്ല കോംബോയാണ്. അങ്ങനെ നമ്മൾ ഇതെടുത്തു. അങ്ങനെ നമ്മളുടെ ഹൈപ്പർ മാർക്കറ്റിലെ വിശേഷങ്ങൾ കഴിയുകയാണ്. നമ്മളങ്ങനെ ബില്ല് പേ ചെയ്യാൻ പോയി. ഇതേ അമ്മയ്ക്കെടുത്ത ചുരിദാർ മെറ്റീരിയൽ ആ ഗ്രീൻ ആണ് കേട്ടോ. അമ്മയ്ക്ക് ആ കളറില്ല. അമ്മ എല്ലാവർക്കും എടുത്തു കൊടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. പക്ഷെ അമ്മയ്ക്ക് ആരെടുത്ത് കൊടുക്കുക? അപ്പോൾ നമ്മളെന്നെ നിർബന്ധിക്കണ്ടേ. സോ അമ്മയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെടുത്തു. പിന്നെ അമ്മനെ കൊണ്ട് തന്നെ ബില്ലും ചെയ്യിപ്പിച്ചു. അത് നമ്മളുടെ ഒരു സന്തോഷം അല്ലേ. അമ്മനെ കൊണ്ട് തന്നെ ബില്ലും ചെയ്യിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഈ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഡ്രസ്സിങ് സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ പിന്നെ വേറെ ഈ കോസ്മെറ്റിക്സിൻ്റെ സെക്ഷനിലോട്ട് പോയി. പക്ഷെ അവിടെ വലിയ കാര്യമായിട്ട് ഓഫറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ അവിടെ ഒന്നും പർച്ചേസ് ചെയ്തില്ല. പിന്നെ എനിക്ക് ജീൻസ് കിട്ടിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ എങ്ങോട്ട് പോയി? എനിക്ക് സ്റ്റെയർ ഭയങ്കര പ്രശ്നം. ഈ ബാഗൊക്കെ എങ്ങനെയുണ്ട്? വേണ്ട, പക്ഷെ കൊള്ളാം. ദിസ് ഗ്രീൻ വൺ കൊള്ളാം. D1 എല്ലാം ഓഫറാണ്. അതെ, അങ്ങനെ ഓഫറില്ല കണ്ടോ. കല്യാൺ ഇങ്ങോട്ട് നോക്ക്.
ഇങ്ങോട്ട് നോക്ക് മതിയേ. എനിക്കിഷ്ടമുള്ള എടുക്ക്, ഞാനല്ലല്ലോ എടുക്കണം. അത് കേട്ട് കവർ കേട്ട് ആണല്ലേ. അങ്ങനെ നമ്മൾ താഴേക്ക് വന്നു. താഴെ കുറച്ച് ഗ്രോസറീസ് ഒക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ നമ്മൾ ബസ്സിൽ വന്നതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് തിരിച്ച് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തില്ല. പക്ഷേ കുറച്ച് സാധനങ്ങൾക്ക് ഓഫേഴ്സ് ഉള്ളത് നമ്മൾ കുറച്ചൊക്കെ എടുത്തു. പിന്നെ ഞാൻ ആക്ച്വലി 2 ദിവസം മുന്നേ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചത് ഓറിയോ കേക്ക് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഓറിയോസ് എടുത്തു. വിലക്കുറവിൽ കിട്ടിയപ്പോൾ ഒരു 4-5 ഓറിയോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളുടെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓറിയോ വെച്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ സോ യമ്മി. നിങ്ങളെല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. ഞാൻ എൻ്റെ റെസിപ്പി എന്തായാലും ഇടുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇവിടെയും ബില്ല് പേ ചെയ്തു. മൊത്തത്തിൽ കാശ് കുറേ പോയി. അത്രയും നല്ല കേസ്, ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ലാഭമായിരുന്നു. ഇത് നോക്ക്, ചായയും പരിപ്പോടെയും. അങ്ങനെ നമ്മുടെ കല്യാണ പരിപാടികൾ കഴിഞ്ഞ് നമ്മളൊരു ടെൻഡർ കോക്കനട്ട് ഷേക്കും അമ്മ ചായയും പരിപ്പൊടിയും കഴിച്ചു. അമ്മയ്ക്കതാ ഇഷ്ടം, എനിക്കിതാ ഇഷ്ടം. അങ്ങനെ നമ്മൾ നേരെ ഓട്ടോ എടുത്തു. ഇനി നമ്മൾ പോകുന്നത് സ്റ്റുഡിയോയിലേക്കാണ് ഗൈസ്. കാരണം എൻ്റെ ജീൻസ് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ നമ്മളൊരു ലൂസ് ഫിറ്റ് ജീൻസ് എടുത്തിരിക്കുകയാണ്. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം, കുറേ നേരത്തെ ട്രയലുകൾ ഇല്ല, ഞാനാകെ 1 ടൈം ട്രയൽ ചെയ്തുള്ളൂ. ജീൻസ് പെട്ടെന്ന് തന്നെ എടുത്തു. അങ്ങനെ ഞാനൊരു ജീൻസ് സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തു. സ്റ്റുഡിയോയിൽ ഞാൻ ആക്ച്വലി ഒരു ടീഷർട്ട് എപ്പോഴോ ഒരിക്കൽ എടുത്തതാണ്, പിന്നെ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ജീൻസ് എനിക്ക് സ്റ്റുഡിയോയിൽ ഇഷ്ടം. ലൈക്ക് ഭയങ്കര വലിയ കുഴപ്പമില്ല, അഫോർഡബിളാണ്. ഒരു 1000 റേഞ്ചിൽ നമുക്ക് നല്ല ജീൻസ് കിട്ടുകയും ചെയ്യും. ലൈക്ക് കുറേ ട്രെൻഡിനനുസരിച്ചുള്ള ജീൻസ് ഉണ്ട്. സോ എനിക്ക് ലൂസ് ഫിറ്റ് ഇതുവരെ ഇല്ല. അങ്ങനെ ഞാൻ ഈ ലൂസ് ഫിറ്റ് ദിസ് വൺ തന്നെയാണ് ഞാൻ എടുത്തത്. ആൻഡ് ഇത് എൻ്റെ അടുത്തുള്ള ബ്ലൂവിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആയിരുന്നു. സോ ഞാൻ ഇതെടുത്തില്ല, അതെടുത്തു. ലൂസ് ഫിറ്റ് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ജീൻസ് എടുത്തു. എനിക്ക് നന്നായി ഇഷ്ടമായി. ആ ഇങ്ങോട്ട് തിരി. ഓക്കെ, അങ്ങനെ തരുള്ളൂ, കവർ തരില്ല. പോവാ എടുക്കണോ? ഞാൻ ചുമ്മാ അത് രണ്ടും കൂടി ഇട്ടതാ, ഇതും കൂടി ഇട്ടതാ കേട്ടോ. അതോ എന്താ ഇത്? എടി നോക്കാം. സീരിയസ്ലി അതെ, മിന്ന പോവാ. സ്റ്റുഡിയോയിലേക്കുള്ള പരിപാടികളും കഴിഞ്ഞ് നമ്മളിനി നേരെ വീട്ടിലേക്ക് പോകണം. വളരെ ടയേർഡായിട്ടില്ല ആക്ച്വലി. ഇന്ന് ആക്ച്വലി ടയേർഡേ ആയിട്ടില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് എക്സിസ്റ്റ് ആകുന്ന ആ ഒരു ഫീൽ വന്നു, ചെറിയ രീതിക്ക്. പിന്നെ നമ്മൾ മഴക്കാറുണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തണുപ്പിലായതുകൊണ്ട്, നല്ല വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ലൈക്ക് കാം ആ ഒരു ഇതായിരുന്നു. സോ നമുക്ക് ഭയങ്കര ടയേർഡ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബസ്സിലിരുന്ന് ചോക്ലേറ്റ് കഴിക്കുകയാണ് ഗൈസ്. അങ്ങനെ ബസ്സിലിരുന്ന് ചോക്ലേറ്റ് കഴിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ ആക്ച്വലി എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ ഓഡിയോ കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ നല്ല മ്യൂസിക്കായിരുന്നു, നല്ല ജിൽ എന്ന് പറഞ്ഞ് വരുമായിരുന്നു നമ്മൾ.
അങ്ങനെ നമ്മളുടെ വീഡിയോ ലൈക്ക് ഇത്രയുള്ളൊരു ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. കുറേ നാളിന് ശേഷം ഹോസ്റ്റലിൽ പോയതിന് ശേഷം ഞാനും അമ്മയായിട്ട് ഇങ്ങനെ പുറത്ത് പോക്ക് ഭയങ്കര കുറവാണ്. സോ എന്തായാലും ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്തായാലും ജീൻസ് എടുക്കുകയും ചെയ്യണം. എന്നാൽ പിന്നെ ഇത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണ്, വളരെ കണ്ടൻറ്റ് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊന്ന് ഷോപ്പിങ്ങിന് പോയി നമ്മൾ ജസ്റ്റ് ഒരു വ്ളോഗാക്കി എടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അങ്ങനെ നമ്മളിതേ കുതിരാനൊക്കെ കഴിഞ്ഞ് കുതിരാനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഭയങ്കര ടയേർഡായി. പിന്നെ വീഡിയോ കംപ്ലീറ്റ് ചെയ്തൊരു ടയേർഡ് യാത്ര ചെയ്തിട്ട് ടയേർഡായ ബീഫും പുട്ടും വന്ന് അമ്മ പുട്ടുണ്ടാക്കി, ഞാൻ ബീഫ് ഉണ്ടാക്കി, ഫ്രിഡ്ജിലുള്ള ബീഫ് ചൂടാക്കി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇതേ കഴിയാൻ പോവുകയാണ്. ഇപ്പോൾ കഴിയും എന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോസ്. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.